മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന മലക്കോട്ടെ വാലിബൻ കഴിഞ്ഞ ദിവസം തിയേറ്ററിലേക്ക് എത്തി. മോഹൻലാൽ, ജിജോസ് പല്ലിശ്ശേരി ഒന്നിക്കുന്ന ആദ്യ ചിത്രം എന്ന നിലയിൽ തുടക്കം മുതൽ തന്നെ വലിയ ഹൈപ്പായിരുന്നു ചിത്രത്തിന് ഉണ്ടായിരുന്നത്. മുൻ ചിത്രങ്ങളെ പോലെ തന്നെ ലിജോയുടെ പരീക്ഷണ ചിത്രം തന്നെയാണ് വാലിബനും. ഒരു LJP ടച്ചുള്ള മോഹൻലാൽ ചിത്രം. ചിത്രം പൂർണ്ണമായിട്ടും ഒരു LJP ചിത്രമാണെന്ന് തങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് നടൻ ഹരീഷ് പേരടി പറയുകയാണ്. മോഹൻലാൽ മുഴുവനായി ഒരു നടനായി നിന്ന ചിത്രമാണ് വാലിബൻ എന്നും അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതുപോലെയൊരു സിനിമ സംഭവിച്ചിട്ടില്ല എന്ന് മോഹൻലാൽ പറഞ്ഞതെന്നും ഹരീഷ് പറയുകയും ചെയ്തു. ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് പൂർണ്ണമായും ഒരു LJP പടമാണെന്ന്. ഇപ്പോൾ അങ്ങനെ പറയാം. കാരണം ഇന്നലെ വരെ അതിന്റെ പ്രൊഡക്ഷനിൽ ഞാനത് പറയാതിരുന്നതാണ്. അത് പറയാൻ പാടില്ല. ലാലേട്ടൻ തന്നെ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇത്ര ഹാപ്പി ആയിട്ട് ലാലേട്ടനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം അദ്ദേഹം പൂർണ്ണമായും ഒരു നടനായി നിന്ന സിനിമയാണ് വാലിബൻ. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇന്ത്യൻ സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ചിത്രമാണ് വാലിബൻ എന്ന് അദ്ദേഹം പറഞ്ഞത്. പൂർണ്ണമായും ഇതൊരു LJP സിനിമ തന്നെയാണ്. ലോകോത്തര നിലവാരമുള്ള ഒരു ക്ലാസിക് സിനിമയാണ്. അത് ജനങ്ങളുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ കണ്ടാസ്വദിച്ച ശീലങ്ങളെ ലിജോ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. എന്നിട്ട് പുതിയതൊന്ന് പ്രതിഷ്ഠിക്കുകയാണ്. അത് നന്നായി ആസ്വദിച്ചു എന്ന് മാത്രമല്ല, സിനിമയുടെ ഒരു ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് മറന്നുപോയി. അത്രത്തോളം ഞാൻ സിനിമയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു ദൃശ്യവിസ്മയം എന്ന് തന്നെ പറയാം എന്നും ഹരീഷ് പെരടി പറയുകയുണ്ടായി. ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം മുഴുനീള വേഷത്തിൽ അഭിനയിച്ച താരമാണ് ഹരീഷ് പെരടി. മോഹൻലാലിനേക്കാളും സ്ക്രീൻ പ്രസൻസ് കൂടുതൽ ഹരീഷ് പെരടിക്കാണെന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഹരീഷ് പെരടിയുടെ പെർഫോമൻസ് മികച്ച ലെവലിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടതാണ്. മോഹൻലാലിൽ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഹരീഷ് പെരടി തുറന്നു പറയുന്നു. മറ്റ് അഭിനേതാക്കളുടെ കാര്യത്തിൽ മോഹൻലാൽ ഇടപെടാറില്ലെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. അദ്ദേഹം ബോധപൂർവം നടത്തുന്ന ഒരു അനുസരണശീലമുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കണ്ടു ശീലിക്കേണ്ട ഒന്നാണത്. കാരണം ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തപ്പോഴും അദ്ദേഹം ആരെയും പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരാളോടും അദ്ദേഹം ഇത് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടില്ല. ഒന്നും പറയില്ല. ഞാൻ അഭിനയിക്കുമ്പോൾ പോലും ഒന്നും പറയില്ല. അങ്ങനെ ചോദിക്കുന്ന നടന്മാരുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും ചോദിക്കില്ല. വാലിബനിലെ ഒരു സീൻ അഭിനയിച്ചു കഴിഞ്ഞ് ഓക്കെ പറയുന്നതിന് വേണ്ടി ഞാനും ലാലേട്ടനും കാത്തിരിക്കുകയായിരുന്നു. ലിജോ പിന്നീട് ഓക്കെ പറഞ്ഞു. ലിജോ അടുത്ത ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോയപ്പോൾ ലാലേട്ടൻ എന്നോട് ചോദിച്ചു, ഇത് ഹരീഷ് ചെയ്തത് ആ രീതിയിൽ അല്ലേ എന്ന്. അതെന്ത് രീതിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഞാൻ അത് തന്നെയാണ് സാർ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയെന്ന് ലാലേട്ടനും പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊന്നും ലാലേട്ടന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ വഴി തന്നെയല്ലയോ എന്ന് ചോദിച്ചു. ചില സൃഷ്ടികൾ നമുക്കതിന്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊരു അനുഭവമാണ്. ഹരീഷ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ.